ഏവർക്കും 3 സ്റ്റോൺ വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റബ്ബറും തോട്ടത്തിലെ തേങ്ങ പിരിക്കലും അവിടുത്തെ കാഴ്ചകളും കാണാം. പറമ്പിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണിത്. ഒരു ക്രഷറുണ്ട്, ഇതിപ്പോൾ മിനി ക്രഷറാണ്. പിന്നെ മെയിൻ റോഡ് കാണാം. അതുകൊണ്ട് ആ കാണുന്ന വെള്ളമൊക്കെയുള്ള ഭാഗം ഒരു ഡാമിനോട് ചേർന്ന ഭാഗമാണ്. ആ കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. എനിക്കവിടെ പോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. 2011 ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഡാമിലെ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് ആ കാണുന്നത്. നല്ല ജലസമൃദ്ധിയാണ്. ഡാം താഴെ, പിന്നെ മെയിൻ റോഡ് നോക്കിയാൽ കാണാം, അതാണ് മെയിൻ റോഡ്. പിന്നെ മിനി ക്രഷറിൻ്റെ ഭാഗങ്ങൾ. ഇത് നേരത്തെ വേറൊരു വലിയ ക്രഷറായിരുന്നു. അത് ഡാമാണ്, അള്ളങ്കൽ ഹൈഡ്രോളിക് ഡാം എന്നാണ് അതിൻ്റെ പേര്. ഇത് പ്രൈവറ്റാണ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല. അത് അമിതാഭ് ബച്ചൻ്റെ ഡാമാണ്. മെയിൻ റോഡിൽ ഒരു കാറ് പോകുന്നത് കാണാം. താഴത്തെ മിനി കൃഷ്ണനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുളമാണത്. അതിനകത്തുനിന്ന് അവർ വെള്ളം എടുക്കാറുണ്ട്. അതിനകത്ത് ഭക്ഷണത്തിന് അനുയോജ്യമായ മീനും ഉണ്ട്. ഇത് തോട്ടത്തിലെ ഒരു ഷെഡാണ്. എൻ്റെ കുട്ടിക്കാലത്തെ ഒത്തിരി നൊസ്റ്റാൾജിയ മൊമെൻറ്റ്സ് ഉള്ളൊരു ഷെഡാണ്. വീട്ടിൽ നിന്ന് പൊതിയും കെട്ടി ഇവിടെ വന്ന് നിറയെ സമയം ചിലവഴിക്കും. പാറയിൽ പോയിരിക്കും, കരിക്ക് വെട്ടി കുടിക്കും. അങ്ങനെ ഒത്തിരി മെമ്മറീസ് ഉള്ളൊരു വീടാണത്. കൂട്ടത്തിൽ തേങ്ങ പിരിക്കൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. കരിക്കില്ലാതെ എന്ത് തേങ്ങ പിരിക്കൽ, നല്ല ഉഗ്രം കരിക്ക്. ഇത് ഏറ്റവും രുചികരമായിട്ട് കരിക്ക് കിട്ടുന്നത് ഈ പറമ്പിലെ കരിക്കിനാണ് കേട്ടോ. പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം പോലും തികച്ച് കിട്ടില്ല. കരിക്കൊക്കെ ഇങ്ങനെ കുടിച്ചിരുന്നപ്പോൾ ഒരു അതിഥി വന്നത് പരുന്താണ് കേട്ടോ. നല്ല നല്ല ഭംഗിയിലാണ് അതിൻ്റെ പറക്കലൊക്കെ. കറങ്ങി ആശാന് അടുത്തുള്ള ഒരു മരത്തിലോട്ട് ടാർഗറ്റ് ചെയ്ത് പുള്ളിക്കാരന് അവിടെ പോയി ഇരിപ്പുണ്ട്. വന്നപ്പോൾ പാരയൊക്കെ കരുതിയിരുന്നു. അപ്പം പൊതിച്ച് കൊണ്ടുപോകാം. രണ്ടുണ്ട് ഉദ്ദേശം. പൊതിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചുമടെടുപ്പ് കുറവുണ്ട്. പിന്നെ വിപണിയിലൊക്കെ പൊതിച്ച തേങ്ങയാണല്ലോ എടുക്കുന്നത് കിലോയ്ക്ക്. പൊതിച്ച തേങ്ങയെല്ലാം ഇനി ചാക്കിലാക്കി നേരെ വണ്ടിയിൽ നിന്ന് വീട്ടിലേക്ക്. വീട്ടിൽ നിന്ന് തേങ്ങയായിട്ട് നേരെ വിപണിയിലേക്ക് വന്നു. വിപണി അടഞ്ഞു കിടക്കുമായിരുന്നു. ഒരമണിക്കൂർ കഴിഞ്ഞ് അവർ വന്നു, തൂക്കി തേങ്ങ കൊടുത്തു. നേരെ വീട്ടിലേക്ക്. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.